ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡോർമാറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. പഴയ തുണി കൊണ്ട് എളുപ്പത്തിൽ നമുക്ക് ഡോർമാറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഒപ്പം സബ്സ്ക്രൈബ് കൂടി ചെയ്യണം, പിന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതേപോലെ ഡോർമാറ്റാണ് ഞാൻ ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 3 നൈറ്റി തുണികളാണ് എടുത്തിരിക്കുന്നത്. പഴയ നൈറ്റി നമ്മുടെ വീട്ടിൽ കാണും, അതേപോലത്തെ 3 നൈറ്റിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതേപോലത്തെ 3 തരത്തിലുള്ള നൈറ്റികളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ടുള്ള 3 കളറാണിത്. അങ്ങനെ നമ്മുടെ ഉള്ള നൈറ്റി എടുത്താൽ 3 വേണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതേപോലത്തെ ഒരു പീസ് നൈറ്റി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ താഴ്ഭാഗത്ത് വെച്ചെടുക്കാനായിട്ടാണ്. അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള അളവിൽ വലുപ്പത്തിൽ നമുക്കത് മുറിച്ചെടുക്കാം. നമ്മുടെ ഇഷ്ടത്തിൽ നമുക്കത് വലുപ്പത്തിൽ മുറിച്ചെടുക്കാം. അപ്പം ഞാൻ നൈറ്റിയുടെ താഴത്തെ ഭാഗമുള്ള അടിയത്തെ ആ ഭാഗത്തു നിന്നാണ് ഞാനത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ഇത്ര വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് ഇതേപോലെ കണ്ടോ കട്ടിയായിട്ട് ഇതേപോലെ 2 പീസായിട്ട് ഇരിക്കും. അടിയത്തെ ഭാഗത്ത് നിന്ന് എടുക്കുമ്പോൾ 2 പീസ് കട്ടിക്കായിട്ട് നമുക്ക് അടി വെക്കുന്ന രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇത് നമുക്ക് ആ 4 സൈഡ് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ കാണുന്ന 4 സൈഡ് നമുക്ക് നല്ല രീതിയിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതേപോലെ 4 സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് വലുപ്പമായി തോന്നിയിട്ടുണ്ട്, ലെങ്ത്ത് കൂടുതലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ പകുതിക്ക് വെച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇത്രയും വലുപ്പത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്യാമറയിൽ കാണുന്നതുകൊണ്ട് കുറച്ച് വലുപ്പം പോലെ തോന്നുന്നുണ്ട്. അത്ര വലുപ്പമൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിന് അളവിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇനി അളവ് കാര്യങ്ങളൊന്നും ഇതിനില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്തൊരു നൈറ്റി എടുത്തിട്ടുണ്ട്, വേറെ നൈറ്റി എടുത്തിട്ടുണ്ട്. ആ നൈറ്റിയിൽ നമുക്ക് ചെറിയ പീസസ് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഞാൻ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ച തുണിയില്ല, അതിൻ്റെ മേളിലായിട്ട് ഇതേപോലെ നമ്മൾ ഓരോന്നും അടുക്കി വെച്ചിട്ട് നമ്മൾ ആ ലാസ്റ്റ് ഉണ്ടല്ലോ സൈഡിലായിട്ട് നമ്മളതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഉണ്ടല്ലോ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വേറൊരു നൈറ്റി എടുത്തായിരുന്നല്ലോ, ആ നൈറ്റിയിൽ ഇതേപോലെ പീസ് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ആദ്യത്തേൻ്റെ ആ ഭാഗം കണ്ടോ, അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഈ പീസ് വെച്ച് കൊടുത്തു. എന്നിട്ട് രണ്ടാമത്തെ പീസിൽ മേളിൽ വെച്ച് കൊടുത്തു. അടുത്ത പീസിലാകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കും, പിന്നെ അത് മേളിൽ വെക്കും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മൊത്തത്തോടെ ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഇതേപോലെ ഓരോ ലെയർ എടുത്തിട്ട് നമ്മളിങ്ങനെ ചെയ്തെടുത്താൽ മതി. ഒരു പീസ് ഉള്ളിലാണെങ്കിൽ ഒരു പീസ് മേളിൽ, ആ രീതിയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് കണ്ട, ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് വിട്ട് നമ്മളിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഈ കാണുന്ന ലെയറുണ്ട്, ആ താഴ്ഭാഗത്തായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. മേളിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ അവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇനി അടുത്ത പീസ് എടുത്ത് ഇതേപോലെ അടുത്ത പീസ് എടുക്കണം. അത് ഇതേപോലെ തന്നെ വെക്കണം. അപ്പോൾ ഓപ്പോസിറ്റാണ് വെക്കേണ്ടത്. അവിടെ റെഡ് കളറാണെങ്കിൽ ഇപ്പുറത്ത് അടുത്ത കളർ. കണ്ടോ, ഇതേപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കുമ്പോൾ മനസ്സിലാകാൻ പറ്റും. എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്, വലിയ പാടൊന്നുമില്ല. ഇതേപോലെ നമ്മൾ ചെയ്യണം. എന്നിട്ട് അവിടെ നമ്മൾ മുകളിലും
താഴെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അവിടെ സ്റ്റിച്ച് ചെയ്യണം, താഴത്തെ സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നാലേ കൃത്യമായിട്ട് ഇരിക്കത്തുള്ളൂ. വിട്ടൊന്നും പോകാതെ കൃത്യമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ രണ്ട് സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ഞാൻ മൊത്തം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലേക്ക് ഓരോ സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ കാണുന്ന ഓരോ വരകളുടെ ഇടയിൽ നമ്മൾ വേറൊരു തുണി വെച്ച് കൊടുക്കണം. വേറൊരു പീസ് വെച്ച് കൊടുക്കണം, എന്നാലും അത് ഫിനിഷ് ആകത്തുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ അടിയിലായിട്ട് വെച്ചിരിക്കുന്ന തുണി ഉണ്ടല്ലോ, ആ തുണി ഞാൻ എടുത്തിരിക്കുന്നത് അതിൽ ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കാണുന്ന അതിനവിടെ വെച്ച് നമ്മൾ ഇതേപോലെ മടക്കി അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ആ ഫുൾ മൊത്തത്തിൽ നമ്മൾ ചതുരത്തിലായിട്ടിരിക്കും, സ്ക്വയർ ഷേപ്പിൽ എല്ലായിടത്തും നമ്മൾ അതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ മൊത്തത്തിൽ കണ്ടല്ലോ, ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അതിന് ഒരു സൈഡ് മാത്രമേ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ, ഒരു സൈഡ് ഇതേപോലെ ഇങ്ങനെ തുറന്നിരിക്കും. അതും അതുപോലെ തന്നെ ഇരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് രണ്ട് സൈഡും അടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നു. നമുക്ക് സൈഡിൽ നമുക്ക് ഇതേപോലെ തുണി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഞാൻ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ മടക്കി വെച്ച് അടിച്ചിട്ട് ഉള്ളിലേക്കായിട്ട് അടിച്ചു കൊടുക്കും. ഇതേപോലെ ഉള്ളിലേക്ക് വെച്ച് നമ്മളിങ്ങനെ 4 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതേ കണ്ടല്ലോ, നമ്മൾ 4 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഡോർ മാറ്റ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഡോർ മാറ്റാണ്. നമുക്ക് പഴയ തുണിയൊക്കെ നമ്മൾ കത്തിച്ച് കളയോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് എവിടെയെങ്കിലും കൊണ്ട് കളയോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ആ തുണിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ അടിപൊളിയായിട്ട് നമുക്ക് ഡോർ മാറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബെല്ലൈക്കൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാലേ എനിക്ക് അടുത്തടുത്ത വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടും ഞാൻ കരുതുന്നു. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം.